സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൻ്റെ 29ാം ഭാഗമാണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴേക്കും ചൈനയിലായിരിക്കുമെന്ന്. ഇന്ന് രാവിലെ ബീജിങ്ങിൽ നിന്ന് 2.5 മണിക്കൂർ യാത്ര ചെയ്ത് ഷിലിൻസിയ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി ഞാനും സംഘവും വന്നതാണ്. അവിടെ വെച്ചാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിലൂടെ ഖന്തക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നാം ചർച്ച ചെയ്തു. ഈ വീഡിയോയിലൂടെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കാണുന്നു. മക്കയിലേക്ക് സ്വഹാബത്തിൻ്റെ കൂടെ മക്കയിലേക്ക് പ്രവേശിക്കുന്നതായ ഒരു സ്വപ്നം. ആ സ്വപ്നവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും ഹുദൈബിയ സന്ധി നടന്ന ഹുദൈബിയയിലേക്കുള്ള റസൂലുള്ളാഹിയും സഹാബത്തും പുറപ്പെടുന്നതും ഉംറ വേഷത്തിൽ പുറപ്പെടുന്നതുമായ ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ 29ാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കുന്നു. ഖന്തക്ക് യുദ്ധം അങ്ങനെ അവസാനിച്ചു. പക്ഷേ ആ യുദ്ധത്തിൻ്റെ കഥ അവർക്കൊരിക്കലും മറക്കാനായില്ല. ഖന്തക്ക് കുഴിക്കുമ്പോഴുണ്ടായ അനുഭവങ്ങൾ അവർ വിവരിച്ചു. ഒരു പാറ പൊട്ടിക്കാൻ കഴിയാതെ മുസ്ലിങ്ങൾ കുഴങ്ങി. നബി തങ്ങളോട് പരാതി പറഞ്ഞു. പ്രവാചകൻ വന്നു, ആയുധം വാങ്ങി ഒരൊറ്റ വെട്ട്, പാറ തകർന്നു പോയി. വിശപ്പ് കാരണം നിവർന്നു നിൽക്കാനാകാത്ത സ്വഹാബികൾ അവർ വയറ്റത്ത് കല്ലുവെച്ച് കെട്ടി ഒരുറപ്പിനു വേണ്ടി. അസഹ്യമായ വിശപ്പ് വന്ന ഒരു ഘട്ടത്തിൽ അക്കാര്യം പ്രവാചകനോട് പറഞ്ഞു. നോക്കുമ്പോൾ പ്രവാചകനും കല്ല് വെച്ച് കെട്ടിയിരുന്നു. അത് കണ്ടപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന് സഹിക്കാനായില്ല. ഒരു സ്വാഹ് യവയും ചെറിയ ആടിനെയും കൊണ്ടുവന്നു. നബിതങ്ങൾക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി. പ്രവാചകരുടെ മോചിസത്ത് വ്യക്തമായ സമയമായിരുന്നു അത്. ധാരാളം ആളുകൾ ആ ഭക്ഷണത്തിൽ നിന്ന് കഴിച്ചു. എല്ലാവരും വിശപ്പടക്കി. എല്ലാ വാതിലുകളും അടഞ്ഞു പോകുക, പരീക്ഷണത്തിന് വകയില്ലാത്ത അവസ്ഥയിൽ പെട്ടുപോകുക, എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആർക്കും കാണാനാവാത്ത മാർഗത്തിലൂടെ അള്ളാഹുവിൻ്റെ സഹായം എത്തുന്നു. ഖന്തക്ക് യുദ്ധത്തിൻ്റെ പാഠം അതാകുന്നു. ബനൂ ഖുറൈള കാണിച്ചത് അത്യന്തം ഗുരുതരമായ വഞ്ചനയാണ്. ശത്രുക്കൾ ഇസ്ലാമിനെ തുടച്ചു നീക്കാൻ വേണ്ടി വന്നു നിൽക്കുമ്പോൾ സന്ധി വ്യവസ്ഥകൾ വലിച്ചെറിഞ്ഞ് അവരോടൊപ്പം ചേർന്ന കൊടും വഞ്ചകർ. അവരെ ഗൗരവമായി തന്നെ കൈകാര്യം ചെയ്യണം. പിൽക്കാല തലമുറകൾക്ക് അതൊരു പാഠമായിരിക്കണം. ഈ പ്രശ്നത്തിൽ വിട്ടുവീഴ്ചയില്ല, നീക്കുപോക്കുമില്ല. ഏറ്റവും കടുത്ത ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണിത്. ഖന്തക്കിൽ നിന്നും വീടുകളിൽ മടങ്ങിയെത്തുന്നതേയുള്ളൂ. അങ്കി അഴിച്ചു മാറ്റാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് കൽപ്പന, ഒരൊറ്റയാളും ഖുറൈള ഗോത്രക്കാരുടെ പ്രദേശത്ത് എത്തിയല്ലാതെ അസ്ർ നിസ്കാരം നിർവഹിക്കരുത്. പ്രവാചക കൽപ്പന. എത്രയോ നാൾ തുടർച്ചയായി മരുഭൂമിയിലായിരുന്നതിനാൽ എല്ലാവരും ക്ഷീണിതരാണ്. ക്ഷീണം തീർക്കാൻ സമയമില്ല. വീണ്ടും യാത്ര തുടങ്ങി. അസ്ർ നിസ്കാരത്തിന് മുമ്പേ അങ്ങെത്തണം. ധൃതി പിടിച്ച യാത്ര. സംഭവം അത്ര ഗുരുതരമാണ്. അസ്ർ നിസ്കാരത്തിന് സമയമായി. യാത്ര തുടരുകയാണ്. അപ്പോൾ ഒരു കൂട്ടർ ഇങ്ങനെ പറഞ്ഞു, ഖുറൈളക്കാരുടെ പ്രദേശത്ത് എത്തുമ്പോൾ സമയം വൈകും, നമുക്ക് വഴിയിൽ വെച്ച് അസ്ർ നിസ്കരിക്കാം. അവർ വഴിയിൽ വെച്ച് അസ്ർ നിസ്കരിച്ചു. വളരെ ധൃതിയിൽ യാത്ര ചെയ്യണമെന്നാണ് പ്രവാചകൻ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് അവർ വ്യാഖ്യാനിച്ചു. മറ്റൊരു പക്ഷം ഖുറൈളക്കാരുടെ പ്രദേശത്ത് എത്തിയ ശേഷമേ അസ്ർ നിസ്കരിച്ചുള്ളൂ. അവിടെ എത്തിയ ശേഷമേ നിസ്കരിക്കാവൂ എന്നാണല്ലോ പ്രവാചകൻ പറഞ്ഞത്. അവർ അതനുസരിച്ചു. നബി വിവരമറിഞ്ഞു. ആരെയും കുറ്റപ്പെടുത്തിയില്ല. അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു പതാക പിടിച്ചത്. മുസ്ലിങ്ങളുടെ ആഗമനം ഖുറൈളക്കാരെ ഭയവിഹ്വലരാക്കി. അവർ കോട്ടകളിൽ അഭയം തേടി. തങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന് അവർക്കറിയാം. ദിവസങ്ങൾ കടന്നുപോയി. ജൂതന്മാർ കോട്ടക്കകത്ത് തന്നെ കഴിഞ്ഞുകൂടി. മുസ്ലിങ്ങൾ പുറത്തും. 25 ദിവസം പിന്നിട്ടു. സമ്പത്തും ആയുധവുമായി മദീന വിട്ടുപോകാൻ ഞങ്ങളെ അനുവദിക്കണം. ബനൂ ഖുറൈള പ്രവാചകനോട് അഭ്യർത്ഥിച്ചു. ബനു നളീറിനോട് കാണിച്ച ദയ തങ്ങളോട് കാണിക്കണമെന്നാണ് അവരാവശ്യപ്പെട്ടത്. ബനു നളീറും ബനു ഖുറൈളയും ചെയ്തത് ഒരേ കുറ്റമല്ല. ബനു ഖുറൈളയുടേത് ഏറ്റവും ഗുരുതരമാണ്. വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കാനില്ല. ബനു നളീറിനെ പോലെ തങ്ങളെയും പോകാൻ അനുവദിക്കണമെന്ന അപേക്ഷ പ്രവാചകൻ തള്ളിക്കളഞ്ഞു. ആയുധങ്ങളില്ലാതെ പോകാനുള്ള അനുമതി തേടി. അതും നിരസിക്കപ്പെട്ടു. നബി ഇങ്ങനെ പ്രഖ്യാപിച്ചു, നിങ്ങൾ കോട്ടയിൽ നിന്നും പുറത്തു വരിക,
എൻ്റെ വിധി സ്വീകരിക്കുക, അനുകൂലമായാലും പ്രതികൂലമായാലും. ഖുറൈല ഗോത്രക്കാരുടെ സഖ്യകക്ഷിയായിരുന്നു ഔസ് ഗോത്രത്തിലെ പ്രമുഖ നേതാവായ അബൂ ലുബാനയെ കൂടിയാലോചനയ്ക്ക് അയച്ചു തരണമെന്ന് ഖുറൈലക്കാർ ആവശ്യപ്പെട്ടു. ഖുറൈലക്കാരുടെ കൂടെ അബൂ ലുബാനയുടെ സന്തതികളും സ്വത്തും ഉണ്ടായിരുന്നു. അബൂ ലുബാന കൂടിയാലോചനയ്ക്ക് വേണ്ടി കോട്ടക്കകത്തേക്ക് പോയി. തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്തായിരിക്കുമെന്ന് ജൂതന്മാർ ചോദിച്ചു. അബൂ ലുബാന കഴുത്തിൽ കൈവച്ച് കാണിച്ചു. കൊന്നു കളയുമെന്ന് സൂചന. താനങ്ങനെ സൂചിപ്പിച്ചത് വലിയ തെറ്റായി പോയെന്ന് പുറത്തു വന്നപ്പോൾ അബൂ ലുബാനക്ക് തോന്നി, അള്ളാഹുവിനോടും റസൂലിനോടും താൻ തെറ്റ് ചെയ്തു പോയി. നബിയുടെ സമീപത്തേക്ക് പോകാൻ തോന്നിയില്ല. താൻ ചെയ്ത തെറ്റിന് സ്വയം ശിക്ഷ വിധിച്ചു. പള്ളിയുടെ തൂണിൽ സ്വയം ബന്ധിതനായി. തൻ്റെ കാര്യത്തിൽ അള്ളാഹു ഒരു തീരുമാനം അറിയിക്കും വരെ ഇവിടെ ബന്ധിതനായി കഴിയണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. നബി തങ്ങൾ അബൂ ലുബാനയെ അന്വേഷിച്ചു. പള്ളിയിൽ ബന്ധിതനാണെന്ന് അറിഞ്ഞു. നബി ഇങ്ങനെ പ്രതികരിച്ചു, അബൂ ലുബാനയ്ക്ക് എൻ്റെ അടുത്ത് വരാമായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ തേടാമായിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചു. നാം അദ്ദേഹത്തിൻ്റെ കാര്യം വിടുക. അള്ളാഹു തന്നെ ഒരു തീരുമാനമെടുക്കട്ടെ. ബനൂ ഖുറൈലയുടെ കാര്യത്തിൽ വിധി പ്രഖ്യാപിക്കാൻ ഒരു മധ്യസ്ഥനെ നിയമിക്കാൻ തീരുമാനിച്ചു. ഔസ് ഗോത്രക്കാർ ഇടപെട്ടതുകൊണ്ടാണ് അങ്ങനെ തീരുമാനമുണ്ടായത്. ഔസ് ഗോത്രത്തിൽ നിന്നും ഇഷ്ടപ്പെട്ട ഒരാളെ മധ്യസ്ഥനായി സ്വീകരിക്കാൻ പ്രവാചകൻ പറഞ്ഞു. അവർ സഅദ് ബിൻ മുആദിന്റെ പേര് പറഞ്ഞു. ഖന്തക്കിലെ യുദ്ധവേളയിൽ അമ്പുകൊണ്ടതിനാൽ ചികിത്സയിലായിരുന്നു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ആ സ്വഹാബി വര്യനെ ഒരു കഴുതപ്പുറത്ത് കയറ്റിക്കൊണ്ട് വന്നു. സഅദ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ നബി തങ്ങൾ വിധി പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടു. ഔസ് ഗോത്രക്കാരായ ചിലർ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ സഖ്യകക്ഷിയാണ്, നന്മ ചെയ്യുക. വേറെ ചിലർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കാര്യമാണിത്, ആക്ഷേപപരമായ വിധി എടുത്തുകൂടാ. ഖുറൈലക്കാരെ നോക്കി സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ വിധിക്കുന്നത് സമ്മതമാണോ? അതെ, അവർ സമ്മതിച്ചു. പ്രവാചകനെ നോക്കി, ഞാൻ വിധി പറയട്ടെയോ? അതെ, വിധിച്ചുകൊള്ളൂ. സഅദ് റളിയല്ലാഹു അൻഹു വിധി പ്രഖ്യാപിച്ചു. പടയാളികളെയെല്ലാം വധിക്കുക, അവരുടെ സ്വത്ത് കണ്ടുകെട്ടുക, സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കുക. അത് കേട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെക്കൊണ്ട് സത്യം. താങ്കളുടെ വിധി അള്ളാഹുവും സത്യവിശ്വാസികളും തൃപ്തിപ്പെട്ടിരിക്കുന്നു. യോദ്ധാക്കൾ വധിക്കപ്പെട്ടു. കൂട്ടത്തിൽ ഒരു സ്ത്രീയും. കോട്ടയുടെ മുകളിൽ നിന്നും ഒരു വലിയ കല്ല് ഉരുട്ടിയിട്ട് ഒരു സഹാബിയെ കൊന്നതിനാണ് ആ സ്ത്രീക്ക് വധശിക്ഷ വിധിച്ചത്. ബനൂ ഖുറൈലയുടെ സ്ത്രീകളെപ്പോലും കഴിയാവുന്നത്ര ഉപദ്രവങ്ങൾ മുസ്ലിങ്ങൾക്ക് ചെയ്തിരുന്നു. നബി തങ്ങൾ മദീനയിൽ തിരിച്ചെത്തി. അബൂ ലുബാനയുടെ കാര്യത്തിൽ ആയത്തിറങ്ങി. അബൂ ലുബാനയുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു. പ്രവാചകനുമായി ഉണ്ടാക്കിയ സന്ധി കാരണം ബനൂ ഖുറൈല ഗോത്രക്കാർക്ക് പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് മദീനയിൽ നിർഭയമായി കച്ചവടം നടത്താമായിരുന്നു, കൃഷി ചെയ്യാമായിരുന്നു. പുറത്തുനിന്ന് ആരെങ്കിലും വന്നു ബനൂ ഖുറൈലയെ ആക്രമിച്ചാൽ മുസ്ലിങ്ങൾ ഖുറൈലയെ സഹായിക്കുമെന്നായിരുന്നു വ്യവസ്ഥ. മുസ്ലിങ്ങൾക്ക് നേരെ അക്രമം വന്നാൽ ബനൂ ഖുറൈല മുസ്ലിങ്ങളെയും സഹായിക്കണം. ഖന്തക്ക് യുദ്ധവേളയിൽ ബനൂ ഖുറൈലയുടെ പൂർണ്ണ സഹകരണം പ്രതീക്ഷിച്ചു. അവസാന നിമിഷത്തിൽ അവർ ശത്രുപക്ഷം ചേർന്നു. മുസ്ലിങ്ങളുടെ ഉന്മൂലനാശത്തിന് ശ്രമിച്ചു. തൗറാത്തിലെ നിയമമനുസരിച്ച് അവർക്ക് മരണശിക്ഷയാണ് നൽകേണ്ടത്. അത് ബനൂ ഖുറൈലക്കറിയാം. അതിന് മാറ്റമൊന്നും വരുത്തിയില്ല. ഇതിൽ സഹാനുഭൂതിയുടെ പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല. അർഹിക്കുന്ന ശിക്ഷ അവർക്ക് കിട്ടി. ബന്ദികളോട് ദയാപൂർവം പെരുമാറി. ഒരു പ്രയാസവും അവർക്ക് അനുഭവിക്കേണ്ടി വന്നതായി വന്നില്ല. രാജ്യരക്ഷയ്ക്ക് വേണ്ടി അനിവാര്യമായ നടപടി സ്വീകരിച്ചു. ബനൂ ഖുറൈലക്കാരുടെ കാര്യത്തിൽ നടന്നത് അതാണ്. മദീന പള്ളിയിൽ സത്യവിശ്വാസികൾ സമ്മേളിച്ചിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ നേരെ നടന്നു വരുന്നു. ആ മുഖം വളരെ പ്രസന്നമായിരുന്നു. ഏതോ ഒരു സന്തോഷ വാർത്തയുമായി വരുന്നത് പോലെ ഞാനൊരു സ്വപ്നം കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങി. ശ്രോതാക്കൾ ആകാംക്ഷഭരിതരായി. ഞാനും എൻ്റെ അനുയായികളും മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നു, തലമുടി വടിച്ചും നിർഭയരായും നിരായുധരായും. എന്താണ് ഈ കേട്ടത്? നാം മക്കയിൽ സുരക്ഷിതരായി തിരികെ ചെല്ലുന്നുവോ? കഴിഞ്ഞ 6 വർഷമായി മനസ്സിൽ താലോലിക്കുന്ന സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടുമോ? ജന്മനാട് വിട്ടു വന്നിട്ട് വർഷം 6 ആയി. ജനിച്ചു വളർന്ന നാട്, പ്രിയപ്പെട്ട നാട്, വളർന്ന വീടും സ്നേഹം പകർന്ന ബന്ധുക്കളുമൊക്കെ അവിടെയുണ്ട്. വിശുദ്ധ കഅബാലയം, പുണ്യഭവനം കണ്ടിട്ട് എത്ര കാലമായി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നം സത്യസന്ധമാണ്. അത് സത്യമായി ഭവിക്കും. പക്ഷേ എപ്പോൾ? മക്കയിലേക്ക് പോകുക എളുപ്പമല്ല. അവിടെ ചെന്ന് ഹജ്ജോ ഉംറയോ ചെയ്യാൻ
ഖുറൈശികൾ അനുവദിക്കില്ല. എന്നെങ്കിലും ഒരിക്കൽ അത് സത്യമായി പുലരും. മക്ക കാണാൻ കൊതിച്ച എത്രയോ സ്വഹാബികൾ മരിച്ചുപോയി. ദുൽഖഅദ് മാസം യുദ്ധം നിഷിദ്ധമായ മാസം. ആ മാസത്തിൽ ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. മദീനയിൽ അത് വിളംബരം ചെയ്തു. മദീനയുടെ പരിസരത്തുള്ള ഗ്രാമീണ ഗോത്രങ്ങളെയും ഉംറയ്ക്ക് പോകാൻ ക്ഷണിച്ചു. യുദ്ധം പാടില്ലാത്ത മാസം, ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാനാണ് ആ മാസം തെരഞ്ഞെടുത്തത്. മദീനയുടെ ചുമതല അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിനെ ഏൽപ്പിച്ചു. 1500ഓളം സ്വഹാബികൾ പ്രവാചകരോടൊപ്പം ഉംറയ്ക്ക് പോകാൻ സന്നദ്ധരായി. അതിൽ മുഹാജിറുകളും അൻസാറുകളും ഉണ്ടായിരുന്നു. പുണ്യമാസമായ ദുൽഖഅദ് 1 ആ വലിയ സംഘം മക്ക ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അവരോടൊപ്പം 700 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചക പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാവരും ഉംറയുടെ വേഷം ധരിച്ചിരുന്നു. ബലിമൃഗങ്ങളും കൂടെയുണ്ട്. ആ സംഘത്തെ കണ്ടാൽ തീർത്ഥാടകരാണെന്ന് ആർക്കും മനസ്സിലാകും. അവർ യുദ്ധത്തിന് പോകുന്നവരല്ല, കയ്യിൽ ആയുധമില്ലാത്തവരാണ്. അറബികൾ യാത്രയിൽ ഒരു വാൾ കരുതാറുണ്ട്. അത് ഉറയിൽ വിശ്രമിക്കും. വന്യജീവികളെയോ പിടിച്ചുപറിക്കാരെയോ നേരിടാനാണത്. അങ്ങനെ ഒരു വാൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. മറ്റൊരു ആയുധവുമില്ല. ദുൽഹുലൈഫ എന്ന സ്ഥലത്തെത്തി. അവർ ശരീരശുദ്ധി വരുത്തി. ബലിമൃഗങ്ങളെ തങ്ങളുടെ ഇടതുവശത്തായി നിർത്തി അള്ളാഹുവിനെ സ്തുതിച്ചു. ഭക്തി നിർഭരമായ കൽബുകളുമായി യാത്ര തിരിച്ചു. ഇസ്ഫാനിൽ എത്തുവോളം യാത്ര തുടർന്നു. ഇനി 16 നാഴിക കൂടി യാത്ര ചെയ്താൽ മതി. പുണ്യനഗരമായ മക്കയിലെത്താം. മുഹാജിറുകളുടെ മനസ്സിൽ ആവേശം അലതല്ലുന്നു. സുപരിചിതമായ പ്രദേശങ്ങൾ കണ്ടു തുടങ്ങി. ജന്മനാട്ടിലേക്ക് എത്തുകയായി. പിറന്നു വീണ ഭൂമി, കളിച്ചു വളർന്ന മണ്ണ്, മനസ്സിൽ 1000 ഓർമ്മകൾ തിളങ്ങുന്നു. അപ്പോഴാണ് മക്കയിൽ നിന്നുള്ള വാർത്ത വന്നത്. മുസ്ലിങ്ങളെ മക്കയിൽ പ്രവേശിക്കാൻ ഖുറൈശികൾ അനുവദിക്കില്ല. ശക്തി പ്രയോഗിച്ച് തടയും. തീർത്ഥാടനം മാത്രമാണ് മുസ്ലിങ്ങളുടെ ലക്ഷ്യം. പക്ഷേ ഖുറൈശികൾ അത് വിശ്വസിക്കുന്നില്ല. യുദ്ധത്തിന് തന്നെയാണ് അവർ വരുന്നത്. യുദ്ധസന്നദ്ധരാവുക ഖുറൈശികൾ പ്രഖ്യാപിച്ചു. ഖന്തക്ക് യുദ്ധത്തിൽ ഖുറൈശികൾ പരാജയപ്പെട്ടു. അത് മുസ്ലിങ്ങൾക്ക് കൂടുതൽ ധൈര്യം നൽകി. മക്കയിലേക്ക് കടന്നു വന്ന് ആക്രമണം നടത്താൻ വരെ അവർ ധൈര്യം കാണിച്ചിരിക്കുന്നു. ഒരു സൈന്യത്തെ പെട്ടെന്ന് സജ്ജമാക്കി. 2 നേതാക്കൾ സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. ഖാലിദ് ബിൻ വലീദ്, ഇക്രിമത്ത്. ഈ സൈന്യം തുതുവ എന്ന പ്രദേശത്തേക്ക് മാർച്ച് ചെയ്തു. മുസ്ലിങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ യുദ്ധം ചെയ്യാൻ വേണ്ടി അവിടെ താവളമടിച്ചു. ഖുറൈശി സൈന്യം താവളമടിച്ച പ്രദേശത്തു കൂടി ഇനി യാത്ര വേണ്ട. മറ്റൊരു വഴിയിലൂടെ നമ്മെ നയിക്കാൻ ആർക്ക് കഴിയും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. ഉടനെ അസ്ലം ഗോത്രക്കാരനായ ഒരു സ്വഹാബി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, മക്കയിലേക്കുള്ള മറ്റൊരു വഴി എനിക്കറിയാം, അതുവഴി പോകാം. ആ അഭിപ്രായം സ്വീകരിക്കപ്പെട്ടു. അദ്ദേഹം കാണിച്ച മാർഗത്തിലൂടെ സഞ്ചരിച്ചു. അല്പം ക്ലേശകരമായിരുന്നു യാത്ര. ഹുദൈബിയ എന്ന സ്ഥലത്തെത്തി. നബി തങ്ങളുടെ ഒട്ടകത്തിന്റെ പേര് കസ്വാ എന്നായിരുന്നു. കസ്വാ ഹുദൈബിയയിൽ മുട്ടുകുത്തി. ക്ഷീണം കൊണ്ടായിരിക്കും എന്ന് സ്വഹാബികൾ കരുതി. അതിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കി. പ്രവാചകൻ തടഞ്ഞു. ഇപ്രകാരം പറയുകയും ചെയ്ത്, അത് സ്വയം മുട്ടുകുത്തുകയല്ല, അബ്രഹത്തിന്റെ ആനയെ തടഞ്ഞവൻ അതിനെയും തടഞ്ഞിരിക്കുകയാണ്. ഹുദൈബിയയിൽ താവളമടിക്കാൻ നബി കൽപ്പിച്ചു. അനേകം തമ്പുകൾ ഉയർന്നു. 1500 പേർക്ക് താമസിക്കാൻ വേണ്ടത്ര തമ്പുകൾ. വെള്ളമില്ലാതെ സ്വഹാബികൾ വിഷമിച്ചു. വല്ലാത്ത ദാഹം. നബി തങ്ങൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്തു. അതിൽ തൻ്റെ വിരലുകൾ വെച്ചു. വിരലുകൾക്കിടയിലൂടെ ഉറവയിൽ നിന്നെന്ന പോലെ ശുദ്ധജലം ഒഴുകുന്നു. എല്ലാവരും ആവശ്യത്തിന് വെള്ളം എടുത്തുപയോഗിച്ചു. നബി തങ്ങളുടെ മോജിസത്ത്. മുസ്ലിങ്ങൾ ഹുദൈബിയയിൽ താവളമടിച്ചിരിക്കുകയാണെന്നറിഞ്ഞതോടെ ഖുറൈശികൾക്ക് വെപ്രാളമായി. ഏതാനും ദൂതന്മാരെ മുസ്ലിങ്ങൾ ക്യാമ്പിലേക്ക് അയക്കാൻ ഖുറൈശികൾ തീരുമാനിച്ചു. ഹുദൈബിൽ ദൗത്യ സംഘത്തിന്റെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. അവർ ഹുദൈബിയയിലേക്ക് പുറപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. നബി പറഞ്ഞു, ഞങ്ങളെ നോക്കൂ, ഞങ്ങൾ ഉംറയുടെ വേഷത്തിലാണ്, നിരായുധരുമാണ്, ബലിമൃഗങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. യുദ്ധത്തിന് വന്നതല്ല, ഞങ്ങൾ തീർത്ഥാടനത്തിന് വേണ്ടി മാത്രം വന്നതാണ്. താങ്കൾ അതിനെ സൗകര്യപ്പെടുത്തി തരണം. ഉംറ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോയിക്കൊള്ളാം. ബുദൈലിന് കാര്യം മനസ്സിലായി. ഖുറൈശികൾ വെറുതെ വെപ്രാളം കൂട്ടുകയാണ്. അവർക്ക് ദുരുദ്ദേശങ്ങളില്ല. ബുദൈലും സംഘവും മടങ്ങിപ്പോയി. ഖുറൈശികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. നബി തങ്ങളുമായി സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഖുസാ ഗോത്രത്തിലെ അംഗമായിരുന്നു ബുദൈൽ. അദ്ദേഹം പറഞ്ഞു, ഖുറൈശി സഹോദരന്മാരെ, മുഹമ്മദും അനുയായികളും
ഉംറ മാത്രം ലക്ഷ്യം വെച്ച് വന്നതാണ്. അവർ ഉംറയുടെ വേഷത്തിലാണ്. ബലിമൃഗങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു യുദ്ധം ലക്ഷ്യം വെച്ചിട്ടില്ല. ഇനി നിങ്ങൾ തീരുമാനിക്കുക. ഖുറൈശികൾ ഇങ്ങനെ മറുപടി പറഞ്ഞു: ഉംറയുടെ പേര് വെറുതെ പറയുകയാണ്. അവർ മക്ക അധീനപ്പെടുത്താൻ വന്നതാണ്. അത് നടപ്പില്ല. ഖുറൈശികൾ മറ്റൊരു ദൂതനെ അയച്ചു. അദ്ദേഹം മുസ്ലിം ക്യാമ്പിലെത്തി. സത്യാവസ്ഥ മനസ്സിലാക്കി തിരിച്ചുപോയി. മുസ്ലിങ്ങൾ ഒരു യുദ്ധം ലക്ഷ്യം വെച്ചിട്ടില്ലെന്ന് രണ്ടാമത്തെ ദൂതനും അറിയിച്ചു. ഖുറൈശികൾക്ക് ഇനിയും സംശയം ബാക്കി. മറ്റൊരു ദൂതനെ കൂടി അയക്കാൻ തീരുമാനിച്ചു. മുഹമ്മദിനെ മക്കയിൽ പ്രവേശിക്കരുത്, ഹുദൈബിയയിൽ നിന്നും മടക്കി അയക്കണം. അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരാളെ അയക്കാം. അഹാബീഷ് ഗോത്ര നായകനെ നിയോഗിച്ചു. അഹാബീഷ് ഗോത്രക്കാർ അമ്പെയ്യുന്നതിൽ നിപുണരാണ്. ഉന്നം തെറ്റാതെ അമ്പ് ചെയ്തുവിടും. ഖുറൈശികളുടെ സഖ്യകക്ഷിയുമാണ്. അവരുടെ നേതാവ് ഹുലൈസ് മുസ്ലിം ക്യാമ്പിലെത്തി. നബി അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അദ്ദേഹം ബലിമൃഗങ്ങളെ ആദരിക്കുന്ന ആളാണ്. നമ്മുടെ ബലിമൃഗങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കൂ. 70 ഒട്ടകങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ അണിനിരന്നു. അദ്ദേഹത്തിന്റെ മനസ്സുമാറി. ഖുറൈശികൾ ചെയ്യുന്നത് ന്യായമല്ലെന്ന് ബോധ്യപ്പെട്ടു. നിങ്ങൾ ഉംറയ്ക്ക് വേണ്ടി മാത്രം വന്നവരാണെന്നും കഅബ സന്ദർശിക്കാൻ അനുവദിക്കണമെന്നും ഖുറൈശികളോട് പറയാം. ഹുലൈസ് തിരിച്ചുപോയി. മുസ്ലിങ്ങൾ അനുകൂല മറുപടി കാത്തിരുന്നു. ഹുലൈസ് ഖുറൈശികളോട് ഇങ്ങനെ പറഞ്ഞു: ആ വിഭാഗത്തെ നിങ്ങൾ തടയരുത്. അവർ ഉംറ ഉദ്ദേശിച്ച് വന്നവരാണ്. ലക്മാ ഗോത്രവും ജുദാം ഗോത്രവും ഹിമ്മിയർ ഗോത്രവും അവിടെ വന്ന് ഹജ്ജ് ചെയ്യുക. അബ്ദുൽ മുത്തലിബിന്റെ മകനെ അതിൽ നിന്നും തടയുകയും ചെയ്യുക. കഅബയുടെ നാഥൻ തന്നെയാണ് സത്യം. ഇത് ദ്രോഹമാണ്. ഉംറയ്ക്ക് വേണ്ടി വന്ന ആ ജനതയെ തടഞ്ഞാൽ ഖുറൈശികൾക്ക് നാശം. ഖുറൈശികൾ ഇടക്ക് കയറി പറഞ്ഞു: ഹുലൈസ്, താങ്കൾ അവിടെ ഇരിക്കൂ. താങ്കൾ വെറുമൊരു ഗ്രാമീണനാണ്. അവരുടെ യുദ്ധതന്ത്രങ്ങൾ താങ്കൾക്ക് മനസ്സിലായിട്ടില്ല. ഹുലൈസ് നിരാശനായി. ഖുറൈശികൾ 4മതൊരു ദൂതനെ കൂടി മുസ്ലിം ക്യാമ്പിലേക്ക് അയച്ചു. അയാൾ വളരെ തന്ത്രശാലിയായിരുന്നു. നേരത്തെ പോയ 3 ദൗത്യ സംഘത്തെയും മുസ്ലിങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അവർക്കെല്ലാം മുസ്ലിങ്ങളെ പറ്റി നല്ല മതിപ്പാണ്. താൻ മറ്റൊരു രീതി സ്വീകരിക്കണം, പ്രകോപിപ്പിക്കാൻ നോക്കണം. അപ്പോൾ മാത്രമേ ഉള്ളിലിരിപ്പ് പുറത്തു വരികയുള്ളൂ. ഉർവത്ത് ബിൻ മസ്ഊദ്, ഖുറൈശികളുടെ പുതിയ ദൂതൻ, മുസ്ലിം ക്യാമ്പിലെത്തി. പ്രവാചകനോട് ഇപ്രകാരം ചോദിച്ചു: ഈ ജനതയെയും കൊണ്ടാണോ താങ്കൾ യുദ്ധത്തിന് വന്നത്? ഇവരെ എന്തിനു കൊള്ളാം? സ്വന്തം ബന്ധുക്കൾക്കെതിരെ യുദ്ധം ചെയ്യാനാണോ താങ്കൾ വന്നത്? പുണ്യമക്ക പട്ടണത്തെ യുദ്ധം ചെയ്ത് തകർക്കാനാണോ താങ്കൾ വന്നത്? പറയൂ മുഹമ്മദ്. സ്വഹാബികൾക്ക് അയാളുടെ സംസാര രീതി തീരെ ഇഷ്ടപ്പെട്ടില്ല. പലരും രോഷം കൊള്ളുന്നു. ഇതെന്താ ഒരു അപമാനം! സംസാരിക്കുന്നതിനിടയിൽ പ്രവാചകരുടെ താടിയിൽ തട്ടാൻ അയാൾ ശ്രമിക്കുന്നു. അയാളുടെ കരം താടിക്ക് നേരെ നീണ്ടുവരുമ്പോഴെല്ലാം മുഗീറത്ത് ബിൻ ശുഐബ് റളിയല്ലാഹു അൻഹു അത് തട്ടിക്കളയുന്നുണ്ട്. യുദ്ധം ചെയ്ത് മക്ക പട്ടണം നശിപ്പിച്ചു എന്ന് കരുതുക. ഈ ജനത നിന്നെ കൈവെടിയുകയും ചെയ്തു. പിന്നെ എന്തായിരിക്കും താങ്കളുടെ അവസ്ഥ? ഉർവ ചോദിച്ചു. നബി തങ്ങൾ ക്ഷമയോടെ എല്ലാം കേട്ടു. ക്ഷമയോടെ തന്നെ തങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം വിവരിച്ചു. ഉർവ പ്രവാചകരുടെയും അനുയായികളുടെയും ചലനങ്ങൾ വീക്ഷിച്ചു. പ്രവാചകൻ വുദു എടുക്കുന്നു. അനുയായികൾ വെള്ളം താഴെ വീഴാതെ ശേഖരിക്കുന്നു. ആ വെള്ളത്തിനു വേണ്ടി മത്സരിക്കുന്നു. എന്തൊരു കാഴ്ചയാണിത്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ 29ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇനിയും ഒരുപാട് ചരിത്രഭാഗങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട്. ഹുദൈബിയ സന്ധിയിലേക്ക് നാം എത്തിയിട്ടില്ല. ഹുദൈബിയ സന്ധി പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്ക് എതിരാണ് എന്ന് തോന്നുമെങ്കിലും ഹുദൈബിയ സന്ധിക്ക് ശേഷം ഇസ്ലാമിൻ്റെ മുന്നേറ്റവും ഇസ്ലാമിലുണ്ടായ വലിയ മാറ്റങ്ങളും ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ് ഉണ്ടായത്. ആ ഭാഗങ്ങളിലൂടെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു. വീണ്ടും അടുത്ത ഭാഗവുമായി 30ാം ഭാഗവുമായി അടുത്ത ഞായറാഴ്ച നമുക്ക് വീണ്ടും കാണാം.